ഹായ് ആൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ റസീന നിയാസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കുറേ ലാഗ് ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വേഗം വേഗം പറയട്ടെ. ഇതെന്താണെന്നറിയോ, നമ്മൾ ഈ ഡോറിൻ്റെതും വിൻഡോൻ്റെതും സ്ക്രീന് ഇങ്ങനെ റൗണ്ട് ഹുക്കുകൾ വരുന്ന സ്ക്രീൻ ഉണ്ടാവില്ലേ, അത് എല്ലാവരും പറയുന്നതൊക്കെ നമ്മൾ മെഷീനിലിട്ട് വാഷ് ചെയ്യുമ്പോൾ ഫുള്ള് ഇങ്ങനെ പൊട്ടിപ്പോകുന്നുണ്ട് എന്ന്. അതിനുള്ള ഒരു സൂത്രമാണ് കേട്ടോ ഞാൻ ഇന്ന് ഇവിടെ കാണിച്ചു തരുന്നത്. ഇങ്ങനെ എല്ലാം കൂട്ടിയിട്ട് നമ്മൾ ഒരു തുണിയുണ്ട് അല്ല നല്ലൊരു കയറ് കൊണ്ട് നന്നായിട്ട് കെട്ടിയിട്ടിട്ട് നമ്മൾ മെഷീനിൽ ഇടുകയാണെങ്കിൽ ഈ ഹുക്കുകളൊന്നും നഷ്ടപ്പെടാതെ തന്നെ നമുക്ക് നമ്മുടെ സ്ക്രീനുകൾ അലക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഒരു യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ തികച്ചും വ്യത്യസ്തമാണ്. വീക്കെൻഡ് എന്ന് വെച്ചാൽ എന്തായാലും ഞാനും നിയാസ്കയും പുറത്ത് പോകും. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാകും എവിടെയോ പുറത്ത് പോയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് എൻ്റെ വീടിൻ്റെ അടുത്ത് നിന്ന് ഒരു 35 കിലോമീറ്റർ അപ്പുറം മടിക്കേരി എന്നുള്ള ഒരു സ്ഥലത്താണ് കേട്ടോ നമ്മൾ പോയിട്ടുള്ളത്. അവിടെ ജാനുവരി 26-ന് എന്താ പറയുക, ഈ ഫ്ലവർ ഷോ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അത് നമ്മൾ അറിഞ്ഞിട്ടില്ല. ഞാൻ 3-4 വർഷമായത് മിസ്സാക്കുന്നു. ആ സമയത്ത് പോകാൻ പറ്റുന്നില്ല. പക്ഷേ ഈ വർഷത്തെ നമുക്ക് അങ്ങനെ ഒരു ഓർമ്മയിൽ ശ്രദ്ധയിൽ പെടാത്ത ദിവസങ്ങളായിപ്പോയി കേട്ടോ. അതാണ് പോകാൻ പറ്റാത്തത്. അങ്ങനെ നമ്മളൊന്ന് ചെന്ന് നോക്കിയത് കേട്ടോ. പക്ഷേ ഫ്ലവർ ഷോയിൽ ഫ്ലവറെല്ലാം കുറേ ഇങ്ങനെ വാടിപ്പോയിട്ടുണ്ട്. എന്നാലും കാണാൻ നല്ല ഭംഗിയുണ്ട്. കുറച്ച് നമ്മൾ എടുത്തിട്ടുള്ളൂ കേട്ടോ. കൂടുതൽ വീഡിയോസൊന്നും ഇതിൽ ഉൾപ്പെടുത്തുന്നില്ല. അപ്പോൾ പൂക്കളെല്ലാം കണ്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും ഇവിടെ വന്ന് കാണാം കേട്ടോ. നല്ല നല്ല ക്രിയേറ്റിവിറ്റിയാണ്. താഴെ നട്ടിട്ടുള്ള ചെടികളല്ലേ ഇല്ലേ, അതെല്ലാം നോർമലി എപ്പോഴും ഉണ്ടാവുന്നതാണ്. പക്ഷേ പൂക്കളെ കൊണ്ട് ശരിക്കും ഓരോരോ ക്രിയേറ്റിവിറ്റി ചെയ്തിട്ടുണ്ടാവും. അതാണ് നമുക്കവിടെ കാണാനുള്ളത് കേട്ടോ. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇത് നമ്മുടെ ഇന്ത്യൻ ആർമീൻ്റെ ആ ഒരു ഫ്ലാഗും ഒരു ആർമി മാനും പിന്നെ അപ്പുറം ആ യുദ്ധത്തിൻ്റെ ഒരു ആയുധമാണ് അവർ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. നല്ല ഭംഗി തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പക്ഷേ എനിക്ക് പുറത്ത് വീഡിയോ എടുക്കാൻ വേണ്ടി പോകണമെന്നല്ല നിയാസ്കാരോട് പറയും. പക്ഷെ പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ വണ്ടിയിൽ ഒരു 10 കിലോമീറ്റർ ഇരുന്നാൽ മതി കേട്ടോ. ഫുള്ള് ടയേർഡായിരിക്കും. സ്പെഷ്യലി ഈ ഒരു സമയമായതുകൊണ്ട് ടയേർഡ് പിന്നെ ആരടുത്തൊന്നും മേടിക്കേണ്ട ആവശ്യമില്ലല്ലോ. എപ്പോൾ നോക്കിയാലും ഭയങ്കര തളർച്ചയായിരിക്കും. അങ്ങനെ നിയാസ്ക കുറച്ചെല്ലാം വീഡിയോ എടുത്തതാണ്. ആൻറ്റി ഷേക്ക് ഉപയോഗിച്ചിട്ടില്ല, അതുകൊണ്ട് തന്നെ വീഡിയോ നന്നായിട്ട് ഷേക്ക് ഉണ്ട് കേട്ടോ. ഇത് കണ്ടില്ലേ, ഇത് ഒരു കുടത്തിൽ നിന്ന് ഇങ്ങനെ വെള്ളം മറയുന്നത് പോലെ ക്രിയേറ്റ് ചെയ്തതാണ് കേട്ടോ. ഇത് നല്ല ഒരു ഫ്ലവർ വരുന്ന ക്രീപ്പറാണ് അതിന് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇത് നമ്മളെ ചെണ്ടുമല്ലിപ്പൂ ഉണ്ടല്ലോ, ആ പൂ കൊണ്ടാണ് ഒരു കുടത്തിനെ പോലെ അവർ സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. നല്ല അടിപൊളി കാഴ്ചയാണ്. പക്ഷേ നമ്മൾ ഫസ്റ്റ് തന്നെ വരണമായിരുന്നു. ഇതെല്ലാം എപ്പോഴും ഇവിടെ ഉള്ളതാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ല, ആ പൂക്കളെ കൊണ്ട് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഈ ഒരു സമയത്ത് മാത്രം ചെയ്യുന്നത്. പിന്നെ ഒന്നാമത് ശരിക്കും നട്ടുച്ചയാണ്, 1 മണിയായി, ഭക്ഷണം കഴിക്കാനുള്ള സമയമായി കഴിഞ്ഞു. അപ്പോൾ പിന്നെ നടക്കാനും പറ്റുന്നില്ല. അങ്ങനെയൊക്കെയാണ് കേട്ടോ. ഇനി ഇത് കണ്ടില്ല, ഇതും ഒരു ഫ്ലവർ പോട്ട് റെഡിയാക്കിയതാണ്. അതുപോലെ തന്നെ ഇപ്പുറത്ത് ഒരു ബട്ടർഫ്ലൈ റെഡിയാക്കിയിട്ടുണ്ട്. ഇവിടുന്ന് കുറേ പേര് കുറേ ഫോട്ടോസെല്ലാം എടുക്കുന്നുണ്ട്. എന്നോട് നിയാസ്ക്ക് കുറേ നിർബന്ധിച്ചിട്ടു ഞാൻ എങ്ങനെയൊക്കെ നിന്ന് കൊടുത്തത് കേട്ടോ ഫോട്ടോക്ക്. എനിക്ക് ആ കയറിൻ്റെ ഉള്ളിലൊന്നും കിടന്നു പോയിട്ട് ഫോട്ടോ എടുക്കാനൊന്നും മനസ്സില്ലായിരുന്നു. കാരണം വെയിൽ തന്നെ കേട്ടോ, നല്ല വെയിലുള്ളതുകൊണ്ട്. നിയാസ്ക്ക് എന്നിട്ട് ചീത്ത പറയുന്നുണ്ട്, നീ എന്താ ഫോട്ടോക്ക് പോസ് തരാത്ത, അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, കുറച്ച് ഷോർട്സ് എല്ലാം എടുക്കാമെന്ന്. പിന്നെ അങ്ങനെ ഞാനും മടിച്ച് നിന്ന് കൊടുത്തത് കേട്ടോ. ഭയങ്കര ഇന്ന് പിന്നെ കുറച്ച് വോമിറ്റിങ്ങും ഉണ്ടായിരുന്നു രാവിലെ പോകുമ്പോൾ തന്നെ. എൻ്റെ നിർബന്ധം കൊണ്ട് തന്നെ കേട്ടോ പോയത്. എനിക്ക് വീട്ടിലിരുന്നിട്ട് ബോറാവുണ്ട്, പോവാന്ന് പറഞ്ഞിട്ട് പോയതാട്ടാ. ഈ സ്ഥലത്തേക്കെന്ന് വിചാരിച്ച് വന്നതല്ല, അങ്ങനെ വന്നതാട്ടാ. ഇതില്ലേ, ഒരു ഫ്ലവർ കൊണ്ട് നമ്മളിവിടെ അടുത്തുള്ള ഒരു അമ്പലത്തിനെ റീക്രിയേറ്റീവ് ചെയ്തതാണ് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് നമ്മൾ കട്ടിടം കൊണ്ട് കല്ല് കൊണ്ട് കെട്ടിപ്പണിത ഒരു അമ്പലം പോലെ തന്നെ ആക്കിയിട്ടുണ്ട് അവർ. ഓരോരോ വർഷം ഓരോരോ സംഭവമാണ് ഇങ്ങനെ അവർ ചെയ്യൽ കേട്ടോ. ഈ വർഷം അമ്പലത്തിന് ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം നമ്മൾ ശരിക്കും അന്ന് ചെയ്ത അന്നോ നെക്സ്റ്റ് ഡേ എല്ലാം കണ്ടിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയായിട്ട് കണ്ടേനെ. ഈ ഫ്ലവറൊന്നും വാടാതെ. അതിൻ്റെ മുമ്പിൽ കുറേ പേര് ഫോട്ടോസെല്ലാം എടുത്തിട്ടുണ്ട്. ഞാൻ അതിന് മുമ്പ് നിന്നിട്ടൊന്നും ഫോട്ടോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. എനിക്കെന്തോ ഭയങ്കര മടി ഇന്ന്, എന്താണെന്നറിയില്ല. അങ്ങനെ നിയാസ്ക പാവം നടന്നിട്ട് കുറച്ച് വീഡിയോസ് എല്ലാം എടുത്ത് ഞാൻ പിന്നെ കുറേ സമയം ഈ വരുന്നത് അടുത്തേക്കാണെന്നറിയോ, എവിടെയോ കുറച്ചിങ്ങനെ തണൽ കണ്ടിട്ട് ആ തണലിൽ കയറി ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വേഗം വന്നത് കേട്ടോ. പിന്നെ നിയാസ്ക കുറച്ച് വീഡിയോ എല്ലാം എടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ കുറേ സമയം ഇവിടെ നിന്നില്ല. ഞാൻ പറഞ്ഞു എനിക്ക് വിശക്കുന്നുണ്ടെന്ന്. അങ്ങനെ പിന്നെ നമ്മൾ ഫുഡെല്ലാം കഴിക്കാൻ വേണ്ടി പോയേട്ടാ.
പിന്നെ ഒരു ഈവനിങ് സമയത്തെല്ലാം പോയതാണെങ്കിൽ നമുക്ക് നല്ലോണം വീഡിയോ എല്ലാം കവർ ചെയ്തിട്ട് വരായിരുന്നു. ഇത് ഇത്രയും നല്ല, ശരിക്കും നിങ്ങൾ പോകാത്ത ആൾക്കാരാണെങ്കിൽ മടിക്കേരി രാജാ സീറ്റിലേക്ക് ഒന്ന് പോയി നോക്കുക കേട്ടോ. നല്ല ഭംഗിയാണ് കാണാൻ. ഈ ഒരു ഫ്ലവർ ഷോ ഉള്ള സമയത്ത് മാത്രമല്ല, അല്ലാതെ തന്നെ ഒരുപാട് സീനറീസ്. ഞാൻ അത് എടുക്കാത്തത് എന്താണെന്ന് വെച്ചാൽ ഓൾറെഡി എൻ്റെ വീഡിയോസിൽ അതെല്ലാം ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ കുറേ പ്രാവശ്യം പോയിട്ടുണ്ട്. ഇനി ഒരിക്കൽ പോകുമ്പോൾ വേണമെങ്കിൽ എനിക്ക് നന്ന ബോറാകുമ്പോൾ ഞാൻ കൂടുതൽ പോകുന്ന ഈ ഒരു സ്ഥലത്തേക്കാണ്. കാരണം ഫ്ലവറെല്ലാം കണ്ട് നിൽക്കാൻ നല്ല രസമല്ലേ. ഇത് കണ്ട, ഞാൻ ആ ചെടിൻ്റെ അടിയിൽ ഇത്തിരി തണൽ നോക്കിയിട്ട് ഇരുന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിയാസ്ക മെല്ലെ നടന്ന് ഇങ്ങനെ വീഡിയോ എടുത്തിട്ട് വരുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല കേട്ടോ. ഞാൻ എന്തോ ചിന്തിച്ചിങ്ങനെ ഇരിക്കുകയാണ്. എനിക്ക് ഭയങ്കര തളർച്ച. ഞാൻ പറയുന്നുണ്ട് എനിക്ക് വിശക്കുന്നുണ്ട്, ഭക്ഷണം വേണമെന്ന്. പിന്നെ ഞാൻ പുറത്തുനിന്ന് തിന്നാൻ ഭയങ്കര മടിയുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ നോൺ വെജ് ഉള്ള ഹോട്ടലിലൊന്നും കയറിയിട്ടില്ല. പിന്നെ നിയാസ്ക കുറച്ച് റീൽസ് എല്ലാം എടുത്ത് കേട്ടോ, നമ്മൾ ഇതിലേക്ക് ഷോർട്സ് ആയിട്ട് ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതും ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തതാണ്. അപ്പോൾ പാവ സ്കേർട്ടെല്ലാം ഇങ്ങനെ വിരിച്ചിട്ടിട്ട് നിയാസ്ക, ഞാൻ വെറുതെ അവിടെ ഇരുന്ന് ഞാൻ ഒരു സംഗതി ചെയ്യാതെ നിന്നിട്ടില്ല. എനിക്ക് അത്രയ്ക്ക് തളർച്ചയായിരുന്നു കേട്ടോ. പിന്നെ നിയാസ്ക പോകുമ്പോൾ തന്നെ ഫസ്റ്റ് എനിക്ക് വേഗം ഇളനീര് മേടിച്ച് തന്നോളി, എന്തെങ്കിലും ടയേർഡ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് പോയിക്കോട്ടെ എന്ന്. ഇന്ന് എന്താക്കിയെന്ന് വെച്ചാൽ നമ്മൾ യോഗട്ട്, രണ്ടുപേരും യോഗട്ട് മേടിച്ച് കുടിച്ചിട്ട് അത് നല്ല എന്താ പറയുക, ഭയങ്കര പുളിപ്പായിരുന്നു, രസം ഉണ്ടായിട്ടില്ല. അതുണ്ടല്ലേ ഫ്ലവേഴ്സ് എല്ലാം എന്തെല്ലാം തരം ഫ്ലവേഴ്സ് വേണോ നിങ്ങൾ അവിടെ പോയി കണ്ടാൽ മതി, എത്രക്കും ഇഷ്ടമാവും. അങ്ങനെ നമ്മൾ ഇവിടുന്ന് ഹോട്ടലിലേക്ക് പോകുന്നുണ്ട്. നല്ല ഒരു വെജ് റെസ്റ്റോറൻറ്റിലേക്കാണ് പോയത്. ഈ ഹോട്ടലിലെ കുറേ പണികളിൽ നിയാസ്ക എടുത്തിട്ടുണ്ട് കേട്ടോ. ബാത്റൂമിൻ്റെതും കറണ്ടിൻ്റെതും എല്ലാം നിയാസ്ക എടുത്തിട്ടുണ്ട് ഈ ഹോട്ടലിൻ്റെ പണി. അങ്ങനെ കുറച്ച് പരിചയക്കാരെല്ലാം ഉണ്ടായി, അവരൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. ഞാൻ പറഞ്ഞില്ല, രണ്ടുപേരും മടിച്ചിരിക്കുമ്പോൾ ഒരു വീഡിയോ എടുത്തിട്ടില്ല. ഇത് പിന്നെ നിയാസ്ക മെനു നോക്കുകയാണ് എന്താ വേണ്ടതെന്ന്. നോൺ വെജ് ആണെങ്കിൽ ഞാൻ പെട്ടെന്ന് പറഞ്ഞു തന്നെ, നമുക്ക് മനസ്സിലാവുമല്ലോ. ഇത് വെജിൽ അവർ കൊടുത്തിട്ടുള്ളത് ശരിക്കും എനിക്കൊന്നും മനസ്സിലാവുന്നുണ്ടായിട്ടില്ല എന്താ വേണ്ടതെന്ന്. പിന്നെ നിയാസ്ക കുറേ നോക്കിയിട്ട് നിയാസ്ക ഒരു സൗത്ത് ഇന്ത്യൻ മീലാന്ന് തോന്നുന്നു ഓർഡർ ചെയ്തത്. ഞാനൊരു മഷ്റൂം ബിരിയാണി ഓർഡർ ചെയ്ത്. മഷ്റൂം ബിരിയാണി ശരിക്കും ടേസ്റ്റ് ആയിട്ടുണ്ടായിട്ടാ, കുഴപ്പമില്ല എന്ന് തോന്നി എനിക്ക്. പിന്നെ പുറത്ത് നമ്മൾ പോകുന്ന സമയത്ത് കൂടുതൽ നോൺ വെജ് കഴിക്കാതിരിക്കലാണ് ഏറ്റവും ഉത്തമം കേട്ടോ. എനിക്കെന്തോ അത് മനസ്സ് പിടിക്കില്ല, വെജാണ് ഏറ്റവും നല്ലത്. ഓക്കെ, പിന്നെ ഫിഷ് ഐറ്റം ഞാൻ പുറത്തുനിന്ന് കഴിക്കും കേട്ടോ. അല്ലാതെ മീറ്റ് ഐറ്റം ഞാൻ ഹോട്ടലിലെല്ലാം, മിക്കവാറും ഹോട്ടലിൽ കയറൽ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്നെ കൊണ്ട് നിയാസ്കാക്ക് എപ്പോഴും ബുദ്ധിമുട്ടാട്ടോ. എവിടെയെങ്കിലും പുറത്ത് പോകുമ്പോൾ ഞാൻ എന്താ ഒരു നേന്ത്രപ്പഴമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്രൂട്ട്സ്, ഇളനീര് അങ്ങനെ കുടിച്ച് വയറ് നിറക്കാൻ നോക്കും. നിയാസ്കാക്ക് അത് ശരിയാവില്ല. പിന്നെ ഇന്ന് എന്തായാലും നിയാസ്കാക്ക് കമ്പനി കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് കയറിയതാണ് കേട്ടോ. അപ്പോൾ ഇതാ എൻ്റെ ബിരിയാണി വന്നിട്ടുണ്ട്. ബിരിയാണി റൈസെല്ലാം ഒരുപാടുണ്ട്, എനിക്ക് ഒറ്റക്കൊന്നും തിന്നാനാവില്ല. നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ അവിടുന്ന് റിലയൻസിൽ കയറി കേട്ടോ. റിലയൻസ് കയറിയിട്ട് കുറേ എന്തെല്ലോ നോക്കിയിട്ടുണ്ട് നമ്മൾ. അവിടെ നിന്നൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കാരണം രണ്ട് പേരും ടയേർഡ് ആയതുകൊണ്ട് തന്നെ കേട്ടോ. നിയാസ്കാൻ്റെ അടുത്തായിരുന്നു മേടിക്കുന്ന സാധനമല്ല. അങ്ങനെ എനിക്ക് കുറച്ച് നൈഫെല്ലാം കുറവായിരുന്നു കേട്ടോ. അങ്ങനെ ഒരു 3 നൈഫ് മേടിച്ച്, പിന്നെ കുറച്ച് ടപ്പർ വെയർ ഫ്രിഡ്ജിൽ വെക്കാനുള്ള പാകത്തിലുള്ളത് മേടിച്ചപ്പോൾ നിയാസ്ക ഇങ്ങനെ കട്ട് ചെയ്ത് കാണിക്കുകയാണ് നല്ല ഷാർപ്പ് ഉണ്ടെന്ന്. അപ്പോൾ റിലയൻസിൽ ഇപ്പോൾ നല്ല ഓഫർ ഉണ്ട് കേട്ടോ. ആരെങ്കിലും പോകാനുള്ള ആൾക്കാർ, ഇഷ്ടമുള്ള ആൾക്കാർ പോയി നോക്കുമെന്ന്. നല്ല അടിപൊളി ഓഫറെല്ലാം നടന്നുകൊണ്ടുണ്ട്. ഈ ഒരു 4 ടപ്പർ വെയറിന് കുറഞ്ഞ വിലയെ വന്നിട്ടുള്ളൂ കേട്ടോ. നമുക്ക് ഫ്രിഡ്ജിൽ എന്തെങ്കിലും സ്റ്റോർ ചെയ്ത് വെക്കാനെല്ലാം നല്ലതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ വെലുങ്ങനൊന്നുമില്ല കേട്ടോ, ഒരു കുട്ടി വീഡിയോ ആണ്. അപ്പോൾ നിയാസ്ക ഇതെല്ലാം അട്ടി വെച്ചിട്ട് ഇപ്പം എന്നോട് പറയൂ, ഏതായാലും ഇന്നത്തെ വീഡിയോ ഒക്കെ എൻ്റെ തന്നെ തംബ്നെയിൽ ഇട്ടോ എന്ന് പറഞ്ഞിട്ട് എല്ലാം ഇങ്ങനെ കറക്റ്റായിട്ട് വെക്കുകയാണ് കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു പിങ്ക് കളർ ടപ്പർ വെയറും മേടിച്ചിട്ടുണ്ട്. ഇതും എനിക്ക് നല്ല ഇഷ്ടമായി. ഇത് നമുക്ക് യൂസ് ആവും. പക്ഷേ ഇപ്പം ഞാൻ എൻ്റെ കിച്ചണിൽ കുറേ ഇങ്ങനത്തെ ബോക്സ് ഒന്നും ഞാൻ യൂസ് ചെയ്യാറില്ല. നമുക്കൊരു സ്വന്തം വീടെല്ലാം ആയിട്ട് വേണം അല്ലേ, നമുക്ക് അടുക്കി വെക്കുമ്പോൾ കാണാനും നല്ല ഭംഗിയുണ്ടാവില്ലേ. ഇപ്പോൾ ഇതൊന്നും യൂസ് ചെയ്യുന്നില്ല കേട്ടോ. നമുക്ക് സ്വന്തം വീടാവട്ടെ ഇൻഷാ അള്ളാ, അപ്പോൾ നോക്കാം. നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും, ഞാൻ എൻ്റെ കിച്ചണിൽ ഒരുപാട് ഇങ്ങനത്തെ ബോട്ടിൽസ് ഞാൻ യൂസ് ചെയ്യാറില്ല. എനിക്ക് എന്താ ആവശ്യം അത് മാത്രമേ ഞാൻ വെച്ചിട്ടുള്ളൂ. സ്പെഷ്യലി ആ ഒരു ചെറിയ ചെറിയ ബോട്ടിലുള്ള ഒരു റാക്ക് ഉണ്ട് എൻ്റെ അടുത്ത്, അതിലൊന്നും ഞാൻ ഫുള്ള് സ്റ്റോർ ചെയ്യാറ് കേട്ടോ. പക്ഷേ ഫസ്റ്റെല്ലാം ഞാൻ എന്താക്കണ്ടായി, മൊത്തം ഇങ്ങനെ ഡബ്ബകളെല്ലാം മേടിച്ച് ടപ്പർ വെയർസും ബോട്ടിൽസ് എല്ലാം മേടിച്ച് എല്ലാം സ്റ്റോർ ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പം അതൊന്നും ഇല്ല കേട്ടോ. എന്തിനാ വെറുതെ നമുക്ക് കഴുകാനും വൃത്തിയാക്കാനും പണിയല്ലാതെ, അതെല്ലാം നമ്മൾ സ്വന്തം വീടാകുമ്പോൾ ശരിക്കും ഇങ്ങനെ അട്ടി വെച്ച് കാണാനും നല്ല രസം. അപ്പോൾ ഇത് നിയാസ്ക തംബ്നെയിലിന് വേണ്ടിയിട്ട് സെറ്റ് ചെയ്യുന്ന കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ, ടേക്ക് കെയർ.